ഹായ് അസ്സലാമു അലൈക്കും. ബാസിൽ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഈദ് സ്പെഷ്യലായിട്ടുള്ള ഒരു കിടിലൻ കടായിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കടായിയാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കടായിക്ക് നേരത്തെ തന്നെ ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിക്കുന്ന റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അവിടെ നിന്ന് തൊട്ടുള്ളതാണ് നമ്മൾ കടായിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കടായിലേക്ക് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി നമുക്ക് കുറച്ച് പുളിഞ്ചി തയ്യാറാക്കണം. അപ്പോൾ പുളിഞ്ചിക്ക് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ കുറച്ച് വറ്റൽമുളക്, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഒന്ന് വറുത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളി നേരത്തെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അടിയിൽ പറ്റാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി തന്നെ നിൽക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു ഒന്നര അച്ച് ശർക്കരയും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട്. 1.5 അച്ചാണ് ശർക്കര ഇട്ട് കൊടുക്കേണ്ടി. ഇനി ഇത് കുറുകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി നമുക്ക് കടായിൽ ഒന്ന് ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ചിടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കടായിക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്ന് നോക്കാം. 1 കപ്പ് വലിയ സവാള അരിഞ്ഞത്, അതേപോലെ തന്നെ ചെറിയ കപ്പിൽ വലിയ സവാള ഒന്ന് ചതുരത്തിൽ അരിഞ്ഞത്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഒരു ചെറുനാരങ്ങ, പിന്നെ കുറച്ച് തൈര്, പിന്നെ തക്കാളി, ക്യാപ്സിക്കം, അതേപോലെ തന്നെ നമ്മുടെ 3 സോസ്, ഒന്ന് നമ്മുടെ മുളകിൻ്റെ സോസ്, പിന്നെ തക്കാളി ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസ് എന്നിവ വേണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് കോഴി പൊരിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ കോഴി പൊരിച്ച എണ്ണയിലാണ് നമ്മൾ കടായി ഉണ്ടാക്കുന്നത്. അപ്പോൾ കോഴി പൊരിച്ച എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ഉള്ളി നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പാത്രം വെച്ചിട്ട് മൂടി വെക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കോഴി പൊരിച്ചതേക്ക് നേരത്തെ ഉപ്പിട്ടിരുന്നു. അപ്പോൾ നമ്മുടെ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി. ഉപ്പിട്ടിട്ട് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ഇതേപോലെ തന്നെ പച്ചമുളക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചപ്പും ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
അതേപോലെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നല്ല വെന്ത് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കോഴീൻ്റെ കുറച്ച് കളർ ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കളർ ഇട്ട് കൊടുക്കുക. ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചതുരത്തിൽ അരിഞ്ഞിട്ടുള്ള ഉള്ളി അതേപോലെ തന്നെ ക്യാപ്സിക്കം എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ ചിക്കൻ പൊരിച്ചത് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻമേക്ക് ആ ഒരു മസാലയൊക്കെ പിടിക്കുന്നത് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ 3 സോസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ലേശം മതി. അപ്പോൾ 3 സോസ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളിഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിച്ചത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. ഇനി അവസാനത്തെ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് കറിവേപ്പില, ചപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ രുചിയേറിയ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. വീഡിയോ രണ്ടും കൂടെ ഒപ്പായാൽ വീഡിയോ ലെങ്ത്ത് കൂടുന്നതാണ്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആക്കി കണ്ട് ഇടാം എന്ന് കരുതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.